വാർത്തകളിലേക്ക് വിശദമായി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധർ രൂപതാ ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. വത്തിക്കാൻ ഫ്രാങ്കോയുടെ രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നുവെന്നാണ് സൂചന. ഫ്രാങ്കോ മുളയ്ക്കലിന്റെ രാജി ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തുതി. എൻ്റെ അധികാരികളുമായി ചർച്ച ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ജലന്ധർ ബിഷപ്പ് പദവിയിൽ നിന്ന് രാജിവെക്കുന്നതായി ഞാൻ എഴുതിയ കത്ത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നു. ഈ വിവരം ഞാൻ നിങ്ങളെ വളരെയധികം സന്തോഷത്തോടും നന്ദിയോടും കൂടെ അറിയിക്കട്ടെ. ഈ അവസരത്തിൽ കഴിഞ്ഞ കാലം എത്രയും ഞാൻ പ്രത്യക്ഷമായും പരോക്ഷമായും അനുഭവിച്ച ഉപദ്രവങ്ങളും അത് സമ്മാനിച്ച വിഷമങ്ങളും ക്രൂശിതനായ കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചവരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടും എൻ്റെ വേദനകളിൽ പങ്കുചേർന്നവരോടും എനിക്ക് വേണ്ടി കരുതലായി നിന്നവരോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹനങ്ങളും വേദനകളും സർവശക്തന് മുമ്പിൽ മാത്രം ഞാൻ ഒഴുക്കിയ കണ്ണുനീരും സഭയുടെ നവീകരണത്തിനും വിശ്വാസത്തിൻ്റെ ബലപ്പെടുത്തലിനും എൻ്റെ തന്നെ വിശുദ്ധീകരണത്തിനും ദൈവമഹത്വത്തിനും കാരണമാകട്ടെ. എൻ്റെ തുടർന്നുള്ള പ്രാർത്ഥനകളിലും ബലിയർപ്പണങ്ങളിലും മറ്റു ശുശ്രൂഷകളിലും നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പോടെ നിങ്ങളുടെ സ്വന്തം ഫ്രാങ്കോ പിതാവ്. ദൈവത്തിന് സ്തുതി. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ഒപ്പം ചേരുന്നുണ്ട്. ടോം, ഇന്ത്യൻ സ്ഥാനപതിയുടെ കത്തിന്റെ പകർപ്പ് നമുക്ക് കിട്ടി. ആ കത്തിൽ വിശദീകരിക്കുന്നത് എന്തൊക്കെ? ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ രാജി ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചതായിട്ടാണ് അപ്പോസ്തലിക് നൂൻഷ്യോയുടെ കത്തിൽ പറയുന്നത്. അതില്ലാതെ ഒരു കാര്യം വ്യക്തമാണ്. കാരണം ഈ 2018 ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ഉയർന്നു വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വത്തിക്കാൻ ഈ രാജി ചോദിച്ചു വാങ്ങുകയായിരുന്ന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടല്ല ബിഷപ്പ് ഫ്രാങ്കോയുടെ രാജി ആവശ്യപ്പെട്ടത് എന്നുകൂടി അപ്പോസ്തലിക് നൂൻഷ്യോ പുറപ്പെടുവിച്ച ഈ കത്തിൽ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ കുറവലങ്ങാട്ടെ താമസിക്കുന്ന കന്യാസ്ത്രീമാരുടെ ലൈംഗികാരോപണം അവർ ഉന്നയിച്ച ലൈംഗികാരോപണമാണ് പ്രധാനമായും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ നടപടിക്ക് കാരണമായി പറയപ്പെടുന്നത്. നേരത്തെ തന്നെ, അതായത് ഈ ലൈംഗികാരോപണം ഉയർന്ന ആ സാഹചര്യത്തിൽ തന്നെ അന്ന് തന്നെ അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെട്ട് വലിയ മുറവിളികൾ, വലിയ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. അതിന് പിന്നാലെ ജലന്ധറിൽ നിന്നും അദ്ദേഹത്തെ താൽക്കാലികമായി ജലന്ധർ രൂപതാധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹത്തെ താൽക്കാലികമായി നീക്കിയിരുന്നു. കോട്ടയത്തെ ഒരു ധ്യാന കേന്ദ്രത്തിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത്. അതിനിടെ ഈ കോട്ടയത്തെ വിചാരണ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നെങ്കിലും പിന്നീട് ഈ കോടതി വിധി നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിസ്റ്റർ കന്യാസ്ത്രീമാർ മേൽക്കോടതിയെ സമീപിക്കാനുള്ള അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സഭയിലെ ഒരു വിഭാഗം ബിഷപ്പ്മാരും വൈദികരും ഉൾപ്പെടെ വത്തിക്കാന് മുന്നിൽ ഒരു അപേക്ഷ സമർപ്പിച്ചത്. കാരണം ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ അത് കത്തോലിക്ക സഭയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു നാണക്കേടുണ്ടാകും. അതൊരു സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നടപടി വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഈ വത്തിക്കാൻ സ്ഥാനപതിയുടെ ഈ കത്തിന്റെ അകത്തും അക്കാര്യം പറയുന്നുണ്ട്. സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഫ്രാങ്കോ മുളയ്ക്കലിനെ ഈ തലസ്ഥാനത്തു നിന്നും നീക്കുന്നുവെന്നാണ്. എന്നാൽ ബിഷപ്പ് എമിരിറ്റസ് എന്ന പദവി അദ്ദേഹത്തിന് നിലനിൽക്കും. അതായത് ബിഷപ്പ് എന്ന പദവി നിലനിൽക്കും, എന്നാൽ രൂപതയുടെ ചുമതലകളിൽ നിന്നും മറ്റെല്ലാ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ നീക്കുന്നതായി വ്യക്തമായി പറയുന്നുണ്ട്. ഇതിനുശേഷം ഫ്രാങ്കോ മുളയ്ക്കൽ അതിനുശേഷം ഒരു വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്, തന്റെ രാജി ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചു. തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ഏറെ നാളത്തെ പോരാട്ടത്തിനൊടുവിലാണ്, കന്യാസ്ത്രീമാരുടെയും സഭയിലെ ഒരു വിഭാഗം വിശ്വാസികളുടെയും വൈദികരുടെയും ഉൾപ്പെടെയുള്ള പോരാട്ടത്തിനൊടുവിലാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ രാജി ഇപ്പോൾ വത്തിക്കാൻ ചോദിച്ചു വാങ്ങിയിരിക്കുന്നത്. 2 മാസം മുൻപ് ഈ രാജി ചോദിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം സഭയുടെ നല്ലതിന് വേണ്ടി മാറ്റുന്നു, അതുപോലെ രാജി ചോദിച്ചു വാങ്ങിയത്. അതേസമയം മറ്റൊരു വരി അച്ചടക്ക നടപടി അല്ലെന്ന്. എന്താണ് ഒരു വൈരുദ്ധ്യം?
യഥാർത്ഥത്തിൽ ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിനായി വിചാരണ നേരിട്ട രാജ്യത്തെ, അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പാണ് ഈ ഫ്രാങ്കോ മുളയ്ക്കൽ. അത്രയധികം കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് സീറോ മലബാർ വിശ്വാസിയാണെങ്കിലും അദ്ദേഹം ലത്തീൻ സഭയുടെ ബിഷപ്പായിട്ടാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. ആദ്യകാലത്ത് അദ്ദേഹം ഡൽഹി അതിരൂപതയുടെ സഹായമെത്രാനായിരുന്നു. അതിനുശേഷം 2013 ജലന്ധർ രൂപതയുടെ ബിഷപ്പായി അദ്ദേഹത്തെ അവരോധിക്കുന്നത്. ഈ 2018 വരെ ആ ബിഷപ്പായി അദ്ദേഹം തുടർന്നിരുന്നു. പിന്നീടാണ് ഈ ലൈംഗിക ആരോപണ കേസ് വരുന്നത്. ഈ കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു കേസ്. ആദ്യമൊക്കെ ഈ ബലാത്സംഗത്തെ, അതായത് ഈ ആരോപണത്തെ ബിഷപ്പ് ഫ്രാങ്കോ പൂർണ്ണമായും എതിർക്കുകയാണ്. ഈ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് അദ്ദേഹം വാദമുയർത്തി. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ വാദമുയർത്തി. സഭയിലെ ഒരു വിഭാഗം, അതായത് PC ജോർജിനെ പോലുള്ള ഒരു വിഭാഗം ആളുകളും ചില ബിഷപ്പുമാരും അദ്ദേഹത്തെ ജയിലിൽ പോയി കൂടിക്കാഴ്ച നടത്തുകയും അങ്ങനെ അതെല്ലാം വിവാദമായിരുന്നു. പക്ഷെ അവിടെയും ഈ കന്യാസ്ത്രീമാർ നിലപാടിൽ ഉറച്ചു നിന്നു. കന്യാസ്ത്രീമാർക്ക് പിന്തുണയുമായി സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള, വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ എത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. വലിയ പ്രതിഷേധങ്ങൾ കൊച്ചിയിലും ജലന്ധറിലും ഉൾപ്പെടെ ഉണ്ടായി. അങ്ങനെ നിക്കക്കളിയില്ലാതെ വന്നൊരു സാഹചര്യത്തിലാണ് ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് സ്ഥാനചലനം ഉണ്ടാകുന്നത്. പിന്നീട് നിയമ പോരാട്ടങ്ങൾ, നാളുകളുടെ നിയമ പോരാട്ടം, ബിഷപ്പ് ഫ്രാങ്കോ അറസ്റ്റിലാകുന്ന സാഹചര്യം, അദ്ദേഹത്തിന്റെ അതായത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. പക്ഷെ കോടതിയുടെ ഒരു പരാമർശം, അതായത് കുറ്റവിമുക്തനാക്കിയെങ്കിലും കോടതിയുടെ ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു ബന്ധം നടന്നു എന്ന രീതിയിലുള്ള കോടതിയുടെ ചെറിയൊരു പരാമർശം, ഈ പരാമർശമാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത്. അതായത് ഒരു പുരോഹിതനായിരിക്കും, കത്തോലിക്ക വൈദികൻ ഒരു പുരോഹിതനോ ആയിരിക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് പൗരോഹിത്യം പൂർണ്ണമായി നിലനിൽക്കില്ല, ഒരു കാരണവശാൽ നിലനിൽക്കില്ല എന്നതാണ് കത്തോലിക്ക സഭയുടെ ചട്ടം. പക്ഷെ ഇവിടെയും അദ്ദേഹത്തെ ഈ പൗരോഹിത്യത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല, ബിഷപ്പ് എന്ന പദവിയിൽ നിന്നും നീക്കിയിട്ടില്ല. ജലന്ധർ രൂപതയുടെ അധ്യക്ഷ സ്ഥാനത്ത്, അതായത് ബിഷപ്പ് എമിരിറ്റസ് എന്ന പദവി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയുന്നു. അതായത് അവിടെയും സഭ അദ്ദേഹത്തിന് ചില ആനുകൂല്യങ്ങൾ നൽകിയെന്ന് നമുക്ക് മടങ്ങി വരാം. ഇപ്പോൾ സഭാ സുതാര്യ സമിതിയുടെ ഷൈജു ആന്റണി ഒപ്പം ചേരുന്നുണ്ട്. ഷൈജു ആന്റണി, രാജി ചോദിച്ചു വാങ്ങിയതെന്ന് ഇന്ത്യൻ സ്ഥാനപതി പറയുന്നുണ്ട്, പക്ഷെ അച്ചടക്ക നടപടിയല്ല. എന്താണ് പ്രതികരണം? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഷപ്പ് ഫ്രാങ്കോ യഥാർത്ഥത്തിൽ ജലന്ധർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഹോൾഡർ മാത്രമാണ്. അദ്ദേഹം ഒരു ജലന്ധർ ആർച്ച് ബിഷപ്പ് അല്ല. ജലന്ധറിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, മാർപ്പാപ്പയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഒരാളോ. അദ്ദേഹത്തിന്റെ പേര് ബിഷപ്പ് ആഗ്നലോ എന്നാണ്. അപ്പൊ ആഗ്നലോ ബിഷപ്പ് ആണ് അവിടുത്തെ മുഴുവൻ ചുമതലകൾ വഹിക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരു ടൈറ്റിൽ ഹോൾഡർ മാത്രമായിരുന്നു. കീഴ്ക്കോടതി വിധി അനുകൂലമായപ്പോ ആ ടൈറ്റിൽ ഹോൾഡർ എന്നുള്ള പദവി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് മറ്റ് സ്ഥാനങ്ങളിൽ കൂടി തിരിച്ചു കിട്ടാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി അദ്ദേഹം വത്തിക്കാനിൽ പോവുകയും മാർപ്പാപ്പയെ കാണുകയും വരെ ചെയ്തിരുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ ചിത്രങ്ങൾ അടക്കം നമ്മൾ സോഷ്യൽ മീഡിയയിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോടതി വിധി വായിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഫോർ സം ടെക്നിക്കൽ റീസൺസ് ഇദ്ദേഹത്തിന്റെ ക്രിമിനൽ നടപടികളിൽ നിന്ന് ഇദ്ദേഹത്തിന് ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ പറ്റി എന്നതൊഴിച്ചാൽ അദ്ദേഹത്തിന്റെ ധാർമ്മികമായ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പൂർണ്ണമായി ഒഴിവാക്കാൻ സഭയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. രാജി ചോദിച്ചു വാങ്ങി, രാജി എഴുതി മേടിച്ചു. പിന്നെ ഈ രാജി ചോദിച്ചു വാങ്ങൽ ഒരു ശിക്ഷാ നടപടിയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശിക്ഷാ നടപടി നേരത്തെ കഴിഞ്ഞിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മറ്റെല്ലാ അധികാരങ്ങളും റദ്ദാക്കിയിരുന്നു. അതോടുകൂടി തന്നെ ശിക്ഷാ നടപടി കഴിഞ്ഞു. അദ്ദേഹം ഒരു ടൈറ്റിൽ ഹോൾഡർ മാത്രമായിരുന്നു, മറ്റൊന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നേരത്തെ എടുത്ത ശിക്ഷാ നടപടിയുടെ ഒരു പൂർത്തീകരണം മാത്രമായിരുന്നു ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ വലിയ സമര പോരാട്ടങ്ങളുടെ വിജയ നിമിഷമാണിത്. ഒരു സംശയം അല്ല, ഈ വിജയ നിമിഷം ഇപ്പോഴല്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിജയ നിമിഷം അദ്ദേഹത്തിന് ക്രിമിനൽ നടപടി പ്രകാരം ശിക്ഷ കിട്ടുമ്പോഴാണ്. അത് ഹൈക്കോടതിയുടെ വിധി വരണം. ആ സമയത്താണ് ഇതിന്റെ വിജയ നിമിഷം. ഇപ്പോഴുള്ള ഈ അദ്ദേഹത്തിന് സ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ജലന്ധർ രൂപതാ ബിഷപ്പിൽ നിന്ന് പുറത്താക്കലായിരുന്നില്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഞങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിച്ചവരല്ല. ഞങ്ങളുടെ യഥാർത്ഥമായ ലക്ഷ്യം, യഥാർത്ഥമായ പോരാട്ടം അദ്ദേഹം ചെയ്ത ക്രിമിനൽ ആക്ടിവിറ്റിക്ക് അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സകല നടപടിക്രമങ്ങളും ഞങ്ങൾ അതായത് നിയമ പോരാട്ടത്തിന്റെ വിജയം വരാനിരിക്കുന്നതേ ഉള്ളൂ.
അത്രേ ഉള്ളൂ, ഒരു സംശയവും വേണ്ട. നിയമ പോരാട്ടത്തിന്റെ വിജയമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. മറ്റൊന്നും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമായി ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. അദ്ദേഹത്തെ സഭ കുറ്റവിമുക്തനാക്കിയത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇനി സാക്ഷികളെ സ്വാധീനിക്കാനോ മറ്റേതെങ്കിലും തരത്തിലോ കുറ്റവിമുക്തനല്ല, അദ്ദേഹത്തിനെ സഭ രാജി എഴുതി മേടിച്ചത് കൊണ്ടുള്ള ഗുണം ഇനി സാക്ഷികളെ സ്വാധീനിക്കാനോ ഈ സിസ്റ്റേഴ്സിനെ കൂടുതൽ പീഡിപ്പിക്കാനോ ഒന്നും അദ്ദേഹം ശ്രമിക്കില്ല എന്നുള്ള ഒരു ഗുണം മാത്രമാണ് ഇതിനകത്തുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടയാളാണ്. അദ്ദേഹത്തിന് ആ ശിക്ഷ ലഭിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും SOSഉം അനുബന്ധ സംഘടനകളും എല്ലാം ചെയ്യുന്നതായിരിക്കും. ശ്രീ ഷൈജു ആന്റണി, ഈ അച്ചടക്ക നടപടിയല്ല എന്ന് എന്തുകൊണ്ടാകും ഇന്ത്യൻ സ്ഥാനപതി അല്ലെങ്കിൽ വത്തിക്കാൻ പറയുന്നത്? അച്ചടക്ക നടപടി നേരത്തെ കഴിഞ്ഞതാണെന്ന്. ഈ രാജി എഴുതി മേടിക്കൽ എന്ന് പറയുന്നത് ഒരു അച്ചടക്ക നടപടിയായിട്ട് ഇവർക്ക് കൂട്ടാൻ പറ്റില്ല. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അച്ചടക്ക നടപടി എന്ന് പറഞ്ഞാൽ പുറത്താക്കണം. അതും ടെക്നിക്കലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ അയാളെ സസ്പെൻഡ് ചെയ്യുകയോ അയാളെ പുറത്താക്കുകയോ ചെയ്യും. രാജി എഴുതി മേടിച്ചാൽ അത് അച്ചടക്ക നടപടിയല്ലല്ലോ. ഇദ്ദേഹം രാജി കൊടുത്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തേനെ. അങ്ങനെയാണെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്തേനെ. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് അച്ചടക്ക നടപടിയായേനെ. ഇതൊരു ടെക്നിക്കൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ ഒരു വഴി തുറന്നു കൊടുത്തു എന്നുള്ളതിന്റെ അപ്പുറത്തേക്കൊന്നും ഞങ്ങൾ ഇതിനെ കാണുന്നില്ല. ശ്രീ ഷൈജു ആന്റണി, ഈ നിയമ പോരാട്ടത്തിന്റെ ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ടാണ് തിരിച്ചടി നേരിടേണ്ടി വന്നത് കന്യാസ്ത്രീകൾക്കും ഒപ്പം നിന്നവർക്കും? ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ കോടതി വിധി വളരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കിയാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് നമ്മൾ ഇനി അത് ഇന്ത്യയിലെ മുഴുവൻ, അതായത് പീഡിപ്പിക്കപ്പെടുന്ന ബലാത്സംഗത്തിനിരയാകുന്ന മുഴുവൻ സ്ത്രീകളും കോടതി ഭാഷയിൽ സംസാരിക്കണം, അല്ലെങ്കിൽ കോടതിയുടെ ഭാഷ എന്താണെന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. അതായത് ഒരു സ്ത്രീ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീയുടെ ധാരണ അത് പൂർണ്ണമായി എന്നാണ്. അല്ലാതെ ഞാനുമായി ഇയാൾ നിർബന്ധപൂർവം പെനിട്രേറ്റീവ് സെക്സ് ചെയ്തു എന്ന് തന്നെ പറയണം എന്നൊരു കോടതി നിഗമനം ചെയ്താൽ നമുക്കൊന്നും പറയാൻ പറ്റൂല. മനസ്സിലായ? ഇതിനകത്തുള്ള ഏറ്റവും പ്രധാന പ്രശ്നം ടെക്നിക്കലി ഈ ഒരു വേർഡ് ഉപയോഗിച്ചില്ല, പെനിട്രേറ്റീവ് സെക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചില്ല എന്ന ഒരൊറ്റ കാരണമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഒരു കാരണത്തിന്റെ പുറത്ത്, ആ ഒരു നൂലാമാലയുടെ പുറത്ത് ഈ കോടതിയുടെ പല കണ്ടെത്തലുകളും ഈ ഒരു കണ്ണിൽ കൂടി നോക്കി ആ കന്യാസ്ത്രീയുടെ ഒരു കരച്ചിൽ പോലും എന്തുകൊണ്ടാണ് കരയുന്നതെന്ന് അറിയില്ല എന്നുള്ള മട്ടിൽ കോടതി എഴുതി വെച്ചത് വളരെ വിചിത്രമായ കോടതിയുടെ ഒബ്സർവേഷൻസ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. എന്തുകൊണ്ട് ആക്കിയെന്ന് പറഞ്ഞാൽ കോടതിയുടെ ഒരു കാഴ്ചപ്പാടാണ്. കോടതി കാഴ്ചപ്പാട് എന്നകത്ത് കോടതി കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ കോടതിയിൽ പറയേണ്ട ഭാഷ എന്തെന്ന് പഠിച്ചിട്ട് വേണം അതിന് പോകാൻ എന്നുള്ള മട്ടിലാണ് കോടതിയുടെ കാഴ്ചപ്പാട്. അത് അപകടകരമായ ഒരു കാഴ്ചപ്പാടാണ്. സുപ്രീം കോടതിയൊക്കെ പലവട്ടം അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഷൈജു ആന്റണി ഒപ്പം ചേർന്നതിന് സിസ്റ്റർ ജസ്മി കൂടി ഇപ്പോൾ ഒപ്പം ചേരുന്നുണ്ട്. സിസ്റ്റർ, അറിഞ്ഞു കാണുമല്ലോ, ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെച്ചു, രാജി ചോദിച്ചു വാങ്ങിയതെന്ന് വത്തിക്കാൻ പറയുന്നു, എന്നാൽ അച്ചടക്ക നടപടിയല്ലെന്നും പറയുന്നു. എന്താണ് പ്രതികരണം? ഞാൻ ഈ അച്ചടക്ക നടപടിയെ ഇവരെ പുറത്താക്കിയില്ല എന്ന് പറഞ്ഞാലും ഞാൻ അതിനെ വേറൊരു വാക്ക് ഉപയോഗിക്കും, ഒഴിവാക്കിയെന്ന്. സഭയ്ക്ക് ഒരു വലിയ തോതിൽ നാണക്കേടുണ്ടാക്കി എന്ന ഒരു വ്യക്തിയെ അവര് ഒഴിവാക്കി. അത് ഭംഗി രൂപത്തിൽ മനോഹരമായി അവർ ചെയ്തു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ ആർക്കും ഉപദ്രവം വേണ്ട എന്ന് വെച്ച് ഇദ്ദേഹത്തെ രാജിവെക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞ്. പക്ഷെ നിയമപോരാട്ടം ബാക്കിയുണ്ടല്ലോ. എന്താണ്? നിയമപോരാട്ടം ബാക്കിയുണ്ടല്ലോ ഇപ്പോഴും. ഉണ്ട്. അതിനെന്തായാലും കോടതി വിളിപ്പിച്ചാൽ ഏത് സ്ഥാനത്തിരിക്കുന്ന ആളും കോടതിയുടെ മുമ്പിൽ എത്തണമല്ലോ. ബിഷപ്പ് സ്ഥാനത്തിരിക്കുമ്പോ എത്തേണ്ട വന്ന ആൾക്ക് വീണ്ടും വരേണ്ടി വരും, അത് ഉറപ്പാണ്. പക്ഷെ ഇവര് സഭ ഇങ്ങനെ സുഖിപ്പിച്ച് ഇതൊന്നും ഈ തുല്യനീതി എന്നൊക്കെ പറഞ്ഞ സംഗതി ഒന്നും കരകാണാ കടലിന്റെ അപ്പുറത്താണ് സഭയെ സംബന്ധിച്ച്. അത് സ്ത്രീകൾക്ക് തന്നെയാണ് എല്ലാ സഹനങ്ങളും. അവർക്ക് തുല്യനീതിക്ക് ഒരു അർഹതയുമില്ല. ഇവരെന്ത് ചെയ്താലും, പുരുഷന്മാര് ഈ സഭയുടെ അകത്തുള്ളവര്, സ്ഥാനത്തിരിക്കുന്നവര്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നവര് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. അതിലും അനിഷ്ടം. ബിഷപ്പല്ലാത്ത ഫ്രാങ്കോ മുളയ്ക്കൽ സ്വാധീനമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അദ്ദേഹത്തിന്
സമ്പാദിക്കുന്നതിന്റെ പണസമ്പാദനത്തിന്റെ ഏറ്റവും ക്ലൈമാക്സിൽ എത്തിക്കഴിഞ്ഞു. സാച്ചുറേറ്റഡ് ആയി എന്ന് പറയുന്ന പോലെ ഇനി ഇതിനപ്പുറം ഇനി സമ്പാദിക്കാനില്ല. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ദുഷ്പേരും കിട്ടിയിട്ടുണ്ട്. സഭാ സമിതിയൊക്കെ പറഞ്ഞത്, അതായത് ഈ ബിഷപ്പല്ലാത്ത ഫ്രാങ്കോ മുളയ്ക്കലിന് ഈ സാക്ഷികളെ സ്വാധീനിക്കൽ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളെ സ്വാധീനിക്കൽ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തൽ, ഇതൊന്നും ഇനി സാധിക്കില്ല എന്നാണ് അവരുടെ ആത്മവിശ്വാസം. ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇഷ്ടം പോലെ ധനം, പിന്നെ എമരിറ്റസ് പദവി, സാധാരണ പ്രായമായവരെ, രോഗം വരുന്നവരെ, അവരൊക്കെയാണ് ഈ ബിഷപ്പുമാർ ചോദിക്കുമ്പോൾ അവർക്ക് രാജിവെക്കാൻ അനുവാദം കൊടുത്തിട്ട് അവർക്ക് എമരിറ്റസ് പദവി, അത് ഈ പ്രൊഫസർമാരിലെ ശ്രേഷ്ഠർക്ക് കൊടുക്കുന്ന പോലെ ഒരു പദവി കൊടുത്ത് ഒരു മൂലയ്ക്ക് ഇരുത്തുന്നതാണ്. അവർക്ക് ഭരണത്തിൽ കൈകടത്താൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹം ഈ പ്രായാധിക്യം കൊണ്ടല്ലല്ലോ രാജി സമർപ്പിക്കുന്നത്. അദ്ദേഹത്തിന് സാച്ചുറേറ്റഡ് ആയി എന്ന് പറയണോ അത്രമാത്രം സമ്പാദിച്ചു. എന്താണ് അങ്ങനെ പദവി കൊടുത്തതിൽ അനൗചിത്യമുണ്ടെന്നോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഇവിടുത്തെ തുങ്കുഴി പിതാവിനോ കുണ്ടോളം പിതാവിനോ ഒക്കെ കൊടുക്കുന്ന പദവിയുടെ ആ മഹത്വമൊന്നും ഈ പദവിക്കില്ല. വെറുതെ ഈ എമരിറ്റസ് എന്നൊക്കെ പറയാനുള്ള യാതൊരു യോഗ്യതയും അർഹതയും ഇല്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് പറയുന്നത് നമ്മൾ ശ്രേഷ്ഠനായ ഒരു വ്യക്തി മാറി നിൽക്കുന്നു, പ്രായാധിക്യം കൊണ്ടൊക്കെ മാറി നിൽക്കുമ്പോൾ രാജിക്ക് അനുവാദം കൊടുത്തിട്ട് എമരിറ്റസ് എന്ന് പറഞ്ഞ പദവി കൊടുക്കുന്ന പോലെ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് ശരിയല്ല. ഇതിപ്പോ ഈ തെറ്റ് തിരിച്ചറിഞ്ഞിട്ട് ആണ് ഈ രാജി ചോദിച്ചു വാങ്ങിയതെങ്കിൽ എന്തിനാണ് ഇത്തരം പദവികൾ കൊടുക്കുന്നത്? അത് അതേ പദവിയിൽ ഇരിക്കുന്ന മറ്റുള്ളവരോടുള്ള അനാദരവ് പോലെയാണ്. അതേ പദവിയിലിരിക്കുന്ന മറ്റുള്ളവർക്ക് അത് ഇൻസൾട്ടിങ് ആണ്. പ്രത്യേകിച്ച് ഈ രാജി ചോദിച്ചു വാങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ അത് സഭയുടെ മാന്യതയാണ് കാണിക്കുന്നത്. സഭ ഒഴിവാക്കിയതാണ്. അപ്പൊ ഇദ്ദേഹം രാജി ചോദിച്ചു, എന്നാ പിന്നെ ആ ഒരു കോണ്ടെക്സ്റ്റില് ചെയ്യുന്നു എന്ന് പറയുന്നത്, അതും ഇന്ത്യൻ ലീഡേഴ്സ് ആണ് ഇത് പറയുന്നത്. റോമിൽ നിന്ന് എന്താണ് വാക്കുപയോഗിച്ചതെന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. എന്തായാലും ഒഴിവാക്കി. പിന്നെ അധികാര ലെവലില് അദ്ദേഹത്തിന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ സമ്പത്തുണ്ടല്ലോ കയ്യിലേ, ഇഷ്ടം പോലെ വാരിയെറിയാൻ. അപ്പൊ പിന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ എന്താ വിഷമം? പിന്നെ മാന്യതയുടെ പേരിലാണല്ലോ വിട്ടിരിക്കുന്നതും. രാജി സന്നദ്ധത അറിയിച്ചപ്പോ അനുവദിച്ചു എന്ന് പറയുമ്പോ വളരെ ഹാപ്പിയായി വളരെ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഞാനിങ്ങനെ രാജി സമർപ്പിച്ചുവെന്നും അത് വത്തിക്കാൻ അംഗീകരിച്ചു എന്നും ഒക്കെ പറഞ്ഞത്. അവിടെ ആഘോഷമല്ലേ നടക്കണേ. വായിലൊക്കെ ഒരു സിസ്റ്റർ എന്തോ സ്വീറ്റ്സ് ഒക്കെ വെച്ചു കൊടുക്കുകയും അത് തിന്നുകയൊക്കെ ചെയ്യല്ലേ. വലിയൊരു ആഘോഷമല്ലേ. ഏതാണ്ട് പദവിയിലേക്ക് കയറ്റിയ പോലെയല്ലേ, എമരിറ്റസ് പദവിയിലേക്ക് അദ്ദേഹത്തെ സ്ഥാനാരോഹണം ചെയ്തു എന്നുള്ള പോലെയല്ലേ. ഈ ഒരു ചോദ്യം കൂടി, അതായത് കന്യാസ്ത്രീമാരുടെ ഉറച്ച നിലപാടിന്, അവരുടെ പോരാട്ടത്തിന് ആദ്യ വിജയമാണോ ഇത്? അതായത് നിയമ പോരാട്ടം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അത് ഒരു തരത്തിൽ ഈ അവരുടെ കണ്ണീരിന്റെ ഉള്ളിലേക്ക് ഒരു ആശ്വാസത്തിന്റെ കണിക എന്നേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷെ സത്യത്തില് അവർക്ക് ഇനി ഇദ്ദേഹത്തിന്റെ മുകളിലേക്ക് നോക്കിയിട്ട് ഇദ്ദേഹത്തെ നമിക്കേണ്ട ഒരു ചെറിയ ആശ്വാസം. ഇത് വലിയ ആശ്വാസമല്ല, ചെറിയ ആശ്വാസം. ഇനി എന്തൊക്കെയാ സ്വാധീനിക്കാൻ പോണേന്ന് പദവിയിലിരുന്ന അല്ലെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ ഏത് മനുഷ്യനും, പ്രത്യേകിച്ച് പണം. അത് വേണ്ടുവോളം. നന്ദി സിസ്റ്റർ ജസ്മി പ്രതികരിച്ചതിന്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെച്ചു. രാജി ചോദിച്ചു വാങ്ങിയതെന്ന് വത്തിക്കാൻ, അതേസമയം അച്ചടക്ക നടപടി അല്ലെന്നും വത്തിക്കാൻ പറയുന്നുണ്ട്. ഇന്ത്യൻ സ്ഥാനപതിയുടെ കത്തിന്റെ പകർപ്പ് ന്യൂസ് 8 കിട്ടി. വിവരങ്ങൾ നൽകുകയായിരുന്നു ടോം കുര്യാക്കോസ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.